ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് കളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ മത്സരത്തോടടുക്കുമ്പോൾ ഒരു മുഴം മുൻപേ CPM എത്തിക്കഴിഞ്ഞു. ഇന്നലെ നമ്മൾ വൈകുന്നേരം കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും നിരത്തിലിറക്കി CPM കരുത്തുകാട്ടി, CPI കരുത്തുകാട്ടി, സ്വതന്ത്രന്മാരും കരുത്തുകാട്ടി. നമുക്കിപ്പോൾ ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. ഒരു മുഴം മുൻപേ എറിഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങളിലാണെങ്കിലും ശരി, ഇപ്പോൾ നേരിട്ട് വോട്ടർമാരുടെ ഇടയിലാണെങ്കിലും ശരി, LDFന്റെ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ കളത്തിലിറങ്ങി വോട്ട് അഭ്യർത്ഥന നടത്തിക്കഴിഞ്ഞു. വോട്ട് തേടിയുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു മുഴം മുൻപേ എറിഞ്ഞു. സാധാരണ കോൺഗ്രസുകാരാണ് സ്ഥാനാർത്ഥികളെ ഇങ്ങനെ അതിവേഗം പ്രഖ്യാപിച്ച് CPMന് ഞെട്ടൽ കൊടുക്കുന്നത്. ഇപ്പൊ തിരിച്ച് ഇന്നലെ CPMന്റെയും ഇടതുമുന്നണിയുടെയും ഭാഗത്തുനിന്നുണ്ടായ നീക്കം UDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചില്ലേ? കാരണം ഇനി വൈകുന്തോറും UDFന് വലിയ പ്രതിരോധമാകും. അതേസമയം LDFനെ സംബന്ധിച്ച് ബാക്കി സീറ്റുകളിലേക്കുള്ള തീരുമാനവും ഇന്നോ നാളെയോ ആയിട്ടുണ്ടാവുകയും ചെയ്യും. 106 സ്ഥാനാർത്ഥികൾ ഇതിനകം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഒരു മുഴം മുൻപേ ആണോ CPMും CPയും LDFും? ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴം മുന്നേ എപ്പോഴും നീങ്ങിയിരുന്ന UDFന് പക്ഷേ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിരോധത്തിലാക്കാനാണ് വിധി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 140 മണ്ഡലങ്ങളിൽ 106 മണ്ഡലങ്ങളിലും LDFന്റെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. 12 മണ്ഡലങ്ങളിലാണ് കേരള കോൺഗ്രസ് M മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റു ചെറുകക്ഷികൾ, പിന്നെ CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അത് 5ഓ 6ഓ മാത്രമേ ഉള്ളൂ, വിരലെണ്ണാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ മാത്രമേ ഉള്ളൂ. ഇവരെയെല്ലാം 2 ദിവസത്തിനുള്ളിൽ 140 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് LDF അറിയിക്കുന്നത്. LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് റാലികൾ എന്ന കണക്കെ ജാഥകൾ സംഘടിപ്പിച്ചു എന്നുള്ളത് കൂടി പ്രത്യേകതയാണ്. കളം പിടിച്ചു കഴിഞ്ഞു LDF എന്ന് ഇന്നലത്തെ ആ ജാഥകളിലെ ജനത്തിരക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുറേയിടങ്ങളിലൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ബാക്കി മണ്ഡലങ്ങളിൽ ഇന്നും ബഹുജന റാലിയായും വാഹന പ്രചരണ റാലിയായും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂട് പിടിപ്പിക്കുകയാണ് LDF എന്നാണ് കാണുന്ന കാഴ്ച. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ പെട്ടുപോകുന്ന കോൺഗ്രസിന് രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാൻ പോലും കഴിയാതെ വരുന്ന, സമയം കിട്ടാതെ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ കേരളത്തിലുള്ളത്. ഏതായാലും 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പൂർണ്ണമായും സജ്ജമായി കളത്തിലിറങ്ങാനുള്ള നീക്കത്തിലേക്ക് LDF കടക്കുന്നു. ഇനി പ്രകടന പത്രിക തയ്യാറാക്കുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കാനാണ് LDFന്റെ തീരുമാനം. അരുൺ, ഓക്കെ, ആദിൽ പാലോട് പറഞ്ഞതുപോലെ ഒരു മുഴം മുൻപേ തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു CPM.